അബുദാബിയിൽ വീണ്ടും മിസൈൽ ആക്രമണം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. അബുദാബിയിൽ 2ഇടത്ത് തീപിടുത്തമുണ്ടായി. പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദ് പരിസരത്താണ് തീപിടുത്തം ഉണ്ടായത്. UAE വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത് എന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം ഇറാന്റെ ആക്രമണമുണ്ടായ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തി കുവൈറ്റ് പ്രധാനമന്ത്രി. തീപിടുത്തവും നാശനഷ്ടവും നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തി. 3 തവണയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കപ്പെട്ടത്. വിമാനയാത്രക്കാർ സൗദി വഴിയാണ് ഇപ്പോൾ കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ നടത്തുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഇന്ധന ഡിപ്പോയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഗുരുതരമായിരുന്നു. തീപിടുത്തവും നാശനഷ്ടങ്ങളും നിയന്ത്രിക്കാൻ സേനകൾ പണിപ്പെട്ടു. ഇവിടെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അൽ സബാഹ് സന്ദർശനം നടത്തിയത്. തീപിടുത്തം നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. നേരത്തെ പാസഞ്ചർ ടെർമിനലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ധന ടാങ്കറിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ച് സർവീസുകൾ പുനരാരംഭിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. നിരന്തരമായ ആക്രമണം കാരണം കുവൈറ്റിൽ നിന്നുള്ള ജസീറ എയർവേസ് പ്രവർത്തനം സൗദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടഞ്ഞു കിടക്കുന്നതിനാൽ യാത്രക്കാർ റോഡ് വഴി സൗദിയിൽ പോയി അവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു കുവൈറ്റിലെ ഷുവൈക്ക് തുറമുഖത്തെ ലക്ഷ്യമിട്ട് ശത്രു ഡ്രോണുകൾ ആക്രമണം നടത്തിയത്. സർക്കാർ കമ്മ്യൂണിക്കേഷൻ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആക്രമണത്തിൽ വസ്തുനാശം മാത്രമാണ് ഉണ്ടായതെന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അറിയിച്ചു. സംഭവത്തെ തുടർന്ന് അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾ ഉടൻ സജീവമാക്കുകയും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മുബാറക് അൽ കബീർ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പുലർച്ചെ ഡ്രോണുകൾക്കും ലോയിറ്ററിംഗ് മ്യൂണീഷനുകളും ഉപയോഗിച്ചുള്ള ഇരട്ട ആക്രമണം ഉണ്ടായതായി പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. സംഭവത്തെ തുടർന്ന് അടിയന്തര നടപടികൾ സജീവമാക്കിയതായും രക്ഷാപ്രവർത്തന സംഘങ്ങൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങളുടെ തോത് വിലയിരുത്തുകയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അധികൃതർ അറിയിച്ചു. 2 സംഭവങ്ങളിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൾ വഹാബ് അൽ വഹീബ് തിങ്കളാഴ്ച സന്ദർശിച്ചു. സുരക്ഷാ ഡയറക്ടറേറ്റ് സെക്ടർ മേധാവി മേജർ ജനറൽ ഹമദ് അൽ മുനീഫി, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള അൽ അദീഖി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം. രാജ്യത്തുടനീളം വിന്യസിച്ചിരിക്കുന്ന ചെക്ക് പോസ്റ്റുകളിലെ സുരക്ഷാ സേനയുടെ പ്രവർത്തന രീതിയും വിന്യാസവും അദ്ദേഹം വിലയിരുത്തി. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ച സുരക്ഷാ പദ്ധതികളും മുൻകരുതൽ നടപടികളും സംബന്ധിച്ച വിവരങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യസുരക്ഷ നിലനിർത്തുന്നതിൽ ചെക്ക് പോസ്റ്റുകൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഒമാനിലെ സലാല തുറമുഖത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. 2 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തുറമുഖത്ത് ജോലി ചെയ്തിരുന്ന ഒരു വിദേശ തൊഴിലാളിക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ആഘാതത്തിൽ തുറമുഖത്തിലെ ഒരു ക്രെയിനിന് പരിമിതമായ നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.